ശരി, അപ്പോൾ അതാണ് രണ്ട് മത്സരങ്ങളുടെയും ഒരു കണക്ക് ഹരി പറയുന്നു. ഓക്കെ, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് ഇതിനു മുൻപ് നടന്ന മത്സരങ്ങളുടെ ചിത്രം ഒന്ന് വരട്ടെ. അപ്പോൾ അതില് 14 തവണ അല്ലെ ഏറ്റുമുട്ടിയത്, 14 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 2 തവണ മാത്രമാണ് അർജന്റീനക്ക് ജയിക്കാനായിട്ടുള്ളത്. അർജന്റീന ജയിച്ചിട്ടുള്ളത് 6 തവണ ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. പക്ഷേ ഒരു കൗതുകം കൂടി പറയട്ടെ, ലയണൽ മെസ്സി ഇതുവരെ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല. അത് കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. ഇംഗ്ലണ്ടുകാർ വെയിറ്റ് ചെയ്യാണ് ലയണൽ മെസ്സിയുമായിട്ടുള്ള ഒരു പോരാട്ടം. മെസ്സിയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. അപ്പൊ അതിന് ഫുൾ മാർക്ക് ആയിരിക്കുമോ, അതല്ല എവിടെയെങ്കിലും തപ്പിത്തറഞ്ഞു പോകുമോ എന്നുള്ളത് വളരെ കൗതുകമാണ്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുമെന്നാണ് പ്രതീക്ഷ. നോക്കാം എന്തായാലും ലയണൽ മെസ്സി ആ പരീക്ഷ വളരെ സിമ്പിൾ ആയിട്ട് എഴുതുമോ എന്നുള്ളത് നോക്കാം. ലോകകപ്പിൽ എനിക്ക് ലോകകപ്പിലാണെന്ന് തോന്നുന്നു 2 ജയവും ഉണ്ടായിട്ടുള്ളത് രണ്ട് മത്സരങ്ങള് 6 മത്സരങ്ങൾ അല്ലെ ജയിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് അതിലേക്ക് ഗ്രാഫിക്സിലേക്ക് പോയാൽ കുറച്ചുകൂടെ വ്യക്തമാവും. ഓക്കെ, അതായത് 2 മത്സരങ്ങൾ അർജന്റീന ജയിച്ചു, 6 മത്സരങ്ങൾ ഇംഗ്ലണ്ട് ജയിച്ചു. 6 മത്സരങ്ങൾ സമനിലയിലായി. 15 ഗോളുകൾ അർജന്റീന അടിച്ചപ്പോൾ 21 ഗോളുകളാണ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നു ഇവർ തമ്മിൽ നേർക്കുനേർ വന്ന ടൂർണമെന്റുകളുടെ അന്താരാഷ്ട്ര ടൂർണമെന്റുകളുടെ ഒരു അവസ്ഥ എന്ന് നോക്കാം. നോക്കൂ, 1962 ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അന്ന് ഇംഗ്ലണ്ട് 3-1 ജയിച്ചു. 1998 ലോകകപ്പ് അല്ല അതിനു മുമ്പ് 66 ക്വാർട്ടർ ഫൈനൽ ഇംഗ്ലണ്ട് ലോകകപ്പ് എടുത്ത വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലില് ഏറെ വിവാദമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഓക്കെ, അത് ഇംഗ്ലണ്ട് ജയിച്ചു. 86 ക്വാർട്ടർ ഫൈനലിൽ അല്ല, ഇതിന് 66 ഇവർ തമ്മിൽ പിന്നെ ക്വാർട്ടർ ഫൈനലിൽ അതിൽ ഇംഗ്ലണ്ട് ജയിച്ചു. അത് വളരെ വിവാദമാവുകയും വംശീയാധിക്ഷേപവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. 86 ലോകകപ്പിലും സമാനമായി പ്രീ ക്വാർട്ടറിൽ ദൈവത്തിന്റെ കൈ പിറന്ന മത്സരം, പ്രീ ക്വാർട്ടറിൽ പിറന്ന മത്സരം. ആ ഒരു മത്സരത്തിന് തൊട്ടു മുമ്പ് ഈ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നിരുന്നു. ഫോക്ലാൻഡ് ദ്വീപിന് വേണ്ടിയിട്ടുള്ള യുദ്ധം. ആ യുദ്ധം 2 നിരയിലും 2 ഭാഗത്തും ഒരുപാട് പേർ മരിച്ചു വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ആ യുദ്ധത്തിൽ അർജന്റീനയെ തോപ്പിച്ച് ബ്രിട്ടൻ പിന്നെ വിജയം കൈവരിച്ചെങ്കിലും പിന്നീട് 1986 നടന്നിട്ടുള്ള ഈ ഒരു വേൾഡ് കപ്പിലെ ഒരു പോരാട്ടം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധസമാനമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിലാണ് അർജന്റീനയുടെ ഡീഗോ മറഡോണ അന്ന് ദൈവത്തിന്റെ കൈ മാത്രമല്ല നൂറ്റാണ്ടിന്റെ ഗോൾ പീറ്റർ ഷിൽട്ടന്റെ മുന്നിലൂടെ നിഷ്പ്രഭനാക്കി ഡീഗോ മറഡോണ എന്ന് പറയുന്ന അർജന്റീനൻ നർത്തകന്റെ മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് നമ്മൾ കണ്ടതാണ്. എന്തായാലും അതൊരു കണക്ക് തന്നെയാണ്. അതിനുശേഷവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം 98 ആ മത്സരം ഫ്രാൻസിൽ നടന്നിട്ടുള്ള 98 അന്നത്തെ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് അർജന്റീന വിജയിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിന്റെ നിരയിൽ ആരൊക്കെയാണെന്ന് അറിയാമോ? മൈക്കൽ ഓവൻ, അലൻ ഷീറർ, ഡേവിഡ് ബെക്കാം റെഡ് കാർഡ് കണ്ട് പുറത്തായി. മാത്രമല്ല അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതീവ ശത്രുതയിൽ മുന്നോട്ട് പോകുന്ന കളത്തിന് പുറത്തും. അതുകൊണ്ട് തന്നെ ബെക്കാമിന് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ബെക്കാമിന് വധഭീഷണി വരെ ഉണ്ടായിരുന്നു. മൈക്കൽ ഓവന്റെ മനോഹരമായ ഗോൾ അന്നാണ്. രണ്ടാമത്തെ പകുതിയിൽ അദ്ദേഹം 2-3 അർജന്റീൻ താരങ്ങളെ കട്ട് ചെയ്ത് മുന്നോട്ട് പോയി വലത് വിങ്ങിലേക്ക് കയറി നേരെ ഗോൾ കീപ്പറെയും മറികടന്ന് ചെത്തി മിനിക്ക് നൽകിയത്. അതാണ് മൈക്കൽ ഓവന്റെ മനോഹരമായ ഗോൾ പിറന്നതും 98-ലാണ്. അതിനുശേഷം 2002-ലും 2002 അതിന്റെ മറുപടി ബെക്കാം നൽകി. ബെക്കാം അന്ന് ക്യാപ്റ്റനായിരുന്നു. ബെക്കാം അന്ന് അർജന്റീനയെ തോപ്പിച്ചു. അവസാനമായി ലോകകപ്പിൽ ഏറ്റുമുട്ടിയത് 2002-ലാണ്. അപ്പോൾ അർജന്റീനക്ക് തോൽവിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പോരാട്ടത്തിന് ഒരു കുറേ ചരിത്രം പറയാനുണ്ട്, അതിന്റെ രാഷ്ട്രീയം പറയാനുണ്ട്. അതിനപ്പുറത്ത് കളിക്കളത്തിലെ വീറിന്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ഒക്കെ ചേരുവ ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന പോരാട്ടത്തിലുണ്ട്. പുതിയ പോരാളികൾ വന്നു. അന്ന് അലൻ ഷീറർക്ക് എതിരാളി ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയായിരുന്നെങ്കിൽ ഇന്ന് ജൂഡ് ബെല്ലിംഗ്ഹാമിന് എതിരാളി സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. പോരാളികളെ മാറിയിട്ടുള്ളൂ, എന്താ പറയാ, രണാങ്കണം മാറിയിട്ടില്ല, യുദ്ധഭൂമി മാറിയിട്ടില്ല. ഫൈറ്റ്, ബിഗ് ഫൈറ്റ്, അത് നമ്മൾ കാത്തിരിക്കുകയാണ്. നാളെയല്ല, മറ്റന്നാൾ രാത്രി. നാളെയല്ല, അത് ഒരു ദിവസം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇംഗ്ലണ്ട് വേഴ്സസ് അർജന്റീന. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഒരു ഇടവേള വളരെ